ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഡാറ്റ അനലിസ്റ്റുകളാണ് CIES ഫുട്ബോൾ ഒബ്സർവേറ്ററി. കഴിഞ്ഞ ദിവസം അവർ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളുടെ പട്ടികയാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ലാമിൻ യമാലാണ്. അതായത് 358 മില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ മൂല്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് വരുന്നു. 227.3 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് കിലിയൻ എംബപ്പയാണ്, 165.7 മില്യൺ യൂറോ. അതിനുശേഷം മിഷേൽ ഒലീസെ വരുന്നു, 140.5 മില്യൺ യൂറോ. അഞ്ചാം സ്ഥാനത്ത് മോർഗൻ റോജേഴ്സ്, 136.8 മില്യൺ യൂറോ. ആറാം സ്ഥാനത്ത് ഡെസിയെ ഡുവെ, 133.2 മില്യൺ യൂറോ. ഏഴാം സ്ഥാനത്ത് കെനാൻ യിൽദിസ്, 133 മില്യൺ യൂറോ. അതിനുശേഷം നിക്കോ ഓ റീലി വരുന്നു, 125 മില്യൺ യൂറോ. 9 ആർദ ഗുലർ, 124.8 മില്യൺ യൂറോ. പത്താം സ്ഥാനത്ത് പൗ കുബാർസി, 124.6 മില്യൺ യൂറോ. ഇങ്ങനെയാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉള്ളവർ വരുന്നത്. യമാലാണ് ഒന്നാം സ്ഥാനത്ത്, അദ്ദേഹം ബഹുദൂരം മുന്നിലാണ്. ഇനി ബ്രസീലിയൻ താരങ്ങളുടെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നിലവിൽ ഫുട്ബോൾ ലോകത്തുള്ള ഏറ്റവും മൂല്യം കൂടിയ ബ്രസീലിയൻ താരം അത് എസ്റ്റവായോ വില്ലനാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യം വരുന്നത് 113.4 മില്യൺ യൂറോയാണ്. അതായത് ബ്രസീലിയൻ താരങ്ങളിൽ എസ്റ്റവായോ ഒന്നാം സ്ഥാനത്താണ്. ആകെയുള്ള ലിസ്റ്റിൽ എസ്റ്റവായോ ഇപ്പോൾ 18ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനി അതിനുശേഷം ജാവോ പെഡ്രോയാണ് വരുന്നത്. 108 മില്യൺ യൂറോയാണ് ജാവോ പെഡ്രോയുടെ നിലവിലെ ഒരു മൂല്യം. ബ്രസീലിയൻ താരങ്ങളിൽ രണ്ടാമത് ജാവോ പെഡ്രോയാണ്. അതിനുശേഷം റയാനാണ് വരുന്നത്. 100.3 മില്യൺ യൂറോയാണ് റയാന്റെ നിലവിലെ മൂല്യം. അദ്ദേഹത്തിന്റെ മൂല്യത്തിൽ വലിയ വർധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എൻറിക്ക്, വിനീഷ്യസ് ജൂനിയർ, ഇഗോർ തിയാഗോ തുടങ്ങിയ താരങ്ങളെ പിന്തള്ളാൻ റയാന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ബ്രസീലിയൻ താരങ്ങളിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ്. അതിനുശേഷം അഥവാ റയാന് ശേഷം എൻറിക്കാണ് വരുന്നത്, 95.5 മില്യൺ യൂറോ. പിന്നീട് ഇഗോർ തിയാഗോ 85.6 മില്യൺ യൂറോ. അതിനുശേഷമാണ് വിനീഷ്യസ് ജൂനിയർ വരുന്നത്. 83.8 മില്യൺ യൂറോയാണ് വിനീഷ്യസിന്റെ ഒരു നിലവിലെ മൂല്യമായി കൊണ്ട് വരുന്നത്. നിലവിൽ ആ പട്ടികയിൽ 50ാം സ്ഥാനത്താണ്, അഥവാ ആകെയുള്ള താരങ്ങളുടെ പട്ടികയിൽ 50ാം സ്ഥാനത്താണ് വിനിയുള്ളത്. അദ്ദേഹത്തിന്റെ പ്രകടനം പുറകോട്ട് പോയതും അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കാനായതുമാണ് ഈ താരത്തിന്റെ മൂല്യം കുറയാനുള്ള ഒരു കാരണം. ഏതായാലും ബ്രസീലിയൻ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എസ്റ്റവായോ വില്ലനാണ്. റയാൻ ഇപ്പോൾ എൻറിക്കിനെയും വിനീഷ്യസ് ജൂനിയറെയും ഒക്കെ പിന്തള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.